വീണ്ടും ഒരുപാട് അൺഫോർച്യുനേറ്റ് മെസ്സേജസ് വന്നു തുടങ്ങി. കുറച്ച് നാളായിട്ട് വലിയ ആക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനി ടൈം ഒരുപാട് കുറവായതുകൊണ്ട് തന്നെ ഇനി ആപ്ലിക്കേഷൻസ് കൂട്ടേണ്ട സമയമായി. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് അൺഫോർച്യുനേറ്റ് മെസ്സേജസ് ഡെയിലി ബേസിസിൽ വരുന്നുണ്ട്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, പിന്നെയും എങ്ങനെയാണ് ഈ അപ്ലൈ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് വരുന്നതെന്ന്. അതൊരു കഥയായിട്ട് പറയാം. വർഷങ്ങൾക്ക് മുന്നേ നല്ല 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ 2 ക്ലാസ്സിലാണ് പഠിച്ചത്. 2 ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അവർ തമ്മിൽ ഒരു കോമൺ ഫാക്ടർ വെച്ചിട്ടാണ് അവർ പരിചയപ്പെട്ടതും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതും. ആ ഒരു ഫീൽഡിൽ അവർ അത്യാവശ്യം ഒരുമിച്ച് തന്നെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നതും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2 പേർക്കും ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ഒരാളോട് പറഞ്ഞാൽ മറ്റാൾ അറിയും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് രണ്ടാമത്തെ ആളെ വിളിച്ചു പറഞ്ഞു. അത് ഒന്നാമത്തെ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഒരൊറ്റ വേക്കൻസിക്ക് വേണ്ടിയാണ് കോമ്പീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. പക്ഷേ 2 വേക്കൻസി ഉണ്ടായിട്ട് കൂടി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നത് മേ ബി ആദ്യത്തെ ആൾ ഇവിടെ ഒന്നും നിൽക്കേണ്ടതല്ല, എബ്രോഡൊക്കെ പോയിട്ട് നല്ല ഹയർ പൊസിഷനിൽ പോകണമെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കാം. ആദ്യത്തെ ആൾക്ക് ആദ്യം ഇത് മനസ്സിലായില്ല കേട്ടോ. ഒരുപാട് വിഷമമാണ് വന്നത് ആദ്യം. പിന്നീട് കാര്യം മനസ്സിലായി. ഇന്നതിന് വിഷമമോ പിണക്കമോ ഒന്നുമില്ല. ഒരുപാട് സന്തോഷം കൃത്യമായി മനസ്സിലാക്കി തന്നതിന് ജീവിതം എന്താണെന്ന്.